അതിനൊരു രീതിയൊക്കെയുണ്ട്. വ്യക്തിപരമായിട്ട് ആരെയും വിമർശിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അതിന് പകരം വ്യക്തിഹത്യ നടത്തുന്നത് ശരിയായ കാര്യമാണ്. അതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നു. ഇന്നലെ KPC പ്രസിഡന്റ് തന്നെ പാർട്ടി നിലപാട് സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ MSS ആസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. ISLDPക്ക് ഒരു അനിഷ്ടം പ്രതിപക്ഷ നേതാവിനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഭാഗക്കാരെ ഒന്നും ഒപ്പം നിർത്താൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി നേതാവിന് ഹൈക്കമാൻഡ് തീരുമാനിക്കും, MLA-മാരുടെ അഭിപ്രായം ചെയ്യും. അതല്ലാതെ ഇപ്പോഴും ആരും മുഖ്യമന്ത്രിമാരല്ല. ആദ്യം ഭൂരിപക്ഷം കിട്ടണം, രണ്ടാമത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡ്. അതിലൊന്നും ഒരു തർക്കവും പാർട്ടിക്കകത്തില്ല. ഞങ്ങളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഭൂരിപക്ഷം കിട്ടുക. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടത്തുന്നത്. പിന്നെ ഇപ്പം എല്ലാ സമുദായങ്ങളും ഞങ്ങളുടെ നേതാക്കന്മാരെ പരസ്പരം ക്ഷണിക്കുന്നുണ്ട്. രമേശിനെ NSS ക്ഷണിച്ചിട്ടുണ്ട്, SNDPയുടെ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്, VD സതീശനെ മരാമൺ കൺവെൻഷനിൽ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് സമുദായങ്ങൾ അകലുകയല്ല, അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്നത്. ഞാൻ ആരും ആരെക്കുറിച്ചും വ്യക്തിപരമായി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. അത് ശരിയല്ല. എന്നാൽ തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാണിക്കാം. അതിന് സത്യമുണ്ടെങ്കിൽ പരിഹരിക്കും. പ്രതിപക്ഷ നേതാവിന്റെ ശൈലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏകാധിപത്യ സ്വഭാവമാണ് പ്രതിപക്ഷ നേതാവിന് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി വേദിയിൽ സംസാരിച്ച് തീർക്കാം. അതല്ലാതെ പരസ്യ പ്രകടനം നടത്തി പാർട്ടിയിൽ അന്തഃഛിദ്രം ഉണ്ടാക്കാൻ ഒരു കോൺഗ്രസ്സുകാരും ശ്രമിക്കും. വിജയരാഘവൻ നിരന്തരമായി വിവാദ പ്രസ്താവനകൾ തുടരുകയാണ്. വിജയരാഘവൻ ഏതാണ്ട് BJPയുടെ ഒരു നേതാവായ മട്ടിലാണ് ഇപ്പോൾ കാര്യം. അത് അടുത്ത തവണത്തേക്ക് പറഞ്ഞ പോലെ അന്തർധാരയുടെ ഭാഗമാണ്. പ്രതിരോധ ശക്തികളും പ്രതിക്രിയാവാദികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ ശത്രുതയാണെന്ന് തോന്നാമെങ്കിലും അവർ തമ്മിൽ അന്തർധാരയുണ്ട്. ആ അന്തർധാരയാണ് കേരളത്തിൽ CPM BJP ആയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് മോഹൻ ഭാഗവത് വിജയരാഘവൻ ഇന്ന് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വിടുന്ന എനിക്ക് തോന്നുന്നു. കാരണം മോഹൻ ഭാഗവത് പോലും പറയാത്ത വാചകങ്ങളാണ് ഇപ്പോൾ വിജയരാഘവൻ പറഞ്ഞത്. അത് ആ പാർട്ടിയുടെ ഏറ്റവും അവസാനത്തേക്കുള്ള യാത്ര. അത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തുറക്കാത്ത ചാപ്റ്റർ അടച്ചു എന്ന് പറയുന്നതിലെ ഒരർത്ഥവും ഇങ്ങനെ സംഭവമില്ല. പുനഃസംഘടന വേണ്ട സ്ഥലത്ത് പ്രാദേശികമായിട്ടുള്ള പുനഃസംഘടനയൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ളൊരു പുനഃസംഘടനയെ കുറിച്ച് ഒരു ചർച്ചയിൽ മാത്രം ആരംഭിച്ചു. ഒട്ടും സ്വീകാര്യമല്ല. കാരണം കലക്കിയവൻ തന്നെയാണ് റിപ്പോർട്ടുണ്ടാക്കിയത്. അപ്പോൾ അതിലൊരു കഥയില്ല. ഇയാൾ തന്നെയാണ് കലക്കിയത്. ഒരു കാരണവശാലും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. അവർ എത്രയോ വർഷങ്ങളായിട്ട് പൂരം നടത്തുന്നതാണ്. ഈ അജിത് കുമാർ ഇപ്പോഴല്ല വന്നിട്ടുണ്ട്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൂരം നടത്തിയവരാ തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വക്കാരൊക്കെ. അവരൊന്നും പാഠം പഠിപ്പിക്കാൻ തക്കവണ്ണം അജിത് കുമാറും വളർന്നിട്ടില്ല, കേരളത്തിലെ ഗവൺമെന്റ് വളർന്നിട്ടില്ല. ഈ റിപ്പോർട്ട് ഇയാൾ തയ്യാറാക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കള്ളനെയാണ് റിപ്പോർട്ട്. കള്ളനെ മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് വരെ അയാളെ ചുമലേൽപ്പിച്ചാൽ അങ്ങനെ ഇരിക്കും. അതാ ഇപ്പോൾ നടക്കും.